നമസ്കാരം. അമ്മയുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക ആക്രമണത്തിൽ അധീന കാശ്മീരിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തിരിക്കുന്നത്. നീതി നടപ്പാക്കിയെന്നാണ് സൈന്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊടും ഭീകരരുടെ താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത്. 600 ഭീകര കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത്. 100ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ രാജ്യത്തെ വടക്കേ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിമാന സർവീസുകൾ നിർത്തിവച്ചിട്ടുമുണ്ട്. സുരക്ഷ മുൻനിർത്തി ജമ്മു കാശ്മീർ മേഖലയിലടക്കം 10 വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. ശ്രീനഗർ, ജമ്മു, ലേ, ധരംശാല, അമൃത്സർ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ വിമാനത്താവളങ്ങൾ വഴിയുള്ള എല്ലാ പുറപ്പെടലുകളും വരവുകളും കണക്റ്റിംഗ് വിമാനങ്ങളെ ഇത് ബാധിച്ചേക്കുമെന്ന് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാർ അധികൃതരുമായി ബന്ധപ്പെട്ട് ഇതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയ തിരിച്ചടിയല്ല, ലോക നീതിയായിട്ടാണ് കണക്കാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പാകിസ്ഥാൻ ഇത് ആവർത്തിക്കില്ല എന്ന ഉറപ്പുകൂടിയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനായെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഡൽഹിയിലേക്ക് അടിയന്തരമായി എത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഡൽഹിയിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ മന്ത്രിമാർക്ക് ലഭ്യമാകുന്നുണ്ടെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ മറുപടി അഭിമാനകരമെന്ന് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി N. രാമചന്ദ്രന്റെ മകൾ ആരതി. വാർത്ത കേട്ടപ്പോൾ സന്തോഷം തോന്നിയെന്നും ഇന്ത്യൻ സൈന്യം അഭിമാനമാണെന്നും ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു. നമുക്ക് വേണ്ടി രാജ്യം ഇത് ചെയ്തത് സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ മണ്ണിലാണ് ഞങ്ങൾ നിന്നിരുന്നത്. ആ മണ്ണിലാണ് അവർ വന്ന് ഒരു ദൈവമില്ലാതെ നിരപരാധികളെ കൊന്നുകളഞ്ഞത്. ഇതുപോലെ ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. തനിക്കടക്കമുണ്ടായ നഷ്ടം നികത്താൻ ആകുന്നതല്ല. കണ്ട കാഴ്ചകൾ മറക്കാനും കഴിയില്ല. പക്ഷെ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ ഇപ്പോൾ താൻ അഭിമാനിക്കുന്നു എന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു എന്നും ആരതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തൃശൂർ പൂരത്തിനിടെ ആന വിരണ്ടോടി. 42 പേർക്ക് പരിക്കേറ്റു. പൂരം എഴുന്നള്ളിപ്പിനെത്തിച്ച ആനയാണ് വിരണ്ടോടിയത്. ഊട്ടോളി രാമൻ എന്ന ആനയാണ് പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ഇതിന് പിന്നാലെ ഉണ്ടായി തിക്കിലും തിരക്കിലും 40-ലധികം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പുലർച്ചെ 2:15 സംഭവം നടന്നത്. ആനപ്പുറത്തിരുന്ന 3 പേർ 15 മിനിറ്റോളമാണ് നിലത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങിയത്.